ഇതുപോലത്തെ ഏത് ഐ ക്യാച്ചിങ് തമ്പനെയിലും നമുക്ക് ഫ്രീ ആയിട്ട് AI ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. വെറും 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഏത് തമ്പനെയിൽ വേണമെങ്കിലും അതിൻ്റെ സിമിലർ ആയിട്ടുള്ള തമ്പനെയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബിൽ വരിക. യൂട്യൂബിൽ വന്ന ശേഷം നിങ്ങൾക്ക് ഏത് തമ്പനെയിലാണ് വേണ്ടത്, അതായത് എങ്ങനത്തെ തമ്പനെയിലാണ് വേണ്ടത്, അവരുടെ ചാനലിൽ നിങ്ങൾ കയറിയ ശേഷം ആ വീഡിയോ ഓപ്പൺ ആക്കുക. ആ തമ്പനെയിലുള്ള വീഡിയോ ഓപ്പൺ ആക്കാൻ അതിൻ്റെ ലിങ്ക് നിങ്ങളെ മുകളിൽ കാണിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ എന്നുള്ള ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയുടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ആ വീഡിയോ ജസ്റ്റ് ഓപ്പൺ ആക്കിയ ശേഷം അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് മുകളിൽ വന്നത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത ശേഷം നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോം, നമുക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. അപ്പം ആ പ്ലാറ്റ്ഫോമിൻ്റെ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് തമ്പ് ഡൗൺലോഡർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. യൂട്യൂബ് തമ്പ് ഡൗൺലോഡർ എന്ന് അടിച്ചു കൊടുത്ത് കഴിയുമ്പം ഇങ്ങനത്തെ ഫസ്റ്റ് വരുന്ന ഡൗൺലോഡ് യൂട്യൂബ് തമ്പനെയിലുള്ള ഇത് വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ തമ്പനെയിൽ പേസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ തമ്പനെയിൽ HD ക്വാളിറ്റിയിലും SD ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് HD ആയിട്ടുള്ള തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. സിമ്പിളായിട്ട് ആ ഫസ്റ്റ് ഇമേജിൻ്റെ അവിടെ ഡൗൺലോഡ് HD എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് HD ആയിട്ട് തന്നെ നമുക്ക് അത് ഡൗൺലോഡായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. AI കുറിച്ചുള്ള പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ChatGPT വരികയാണ്. ChatGPT വന്ന ശേഷം നമുക്ക് പ്രോംപ്റ്റ് വേണം. ഇമേജിന് നമുക്ക് പ്രോംപ്റ്റ് വേണ്ടേ, അതിനുവേണ്ടിയാണ് നമുക്ക് ChatGPT വരുന്നത്. ChatGPT വന്ന ശേഷം നമുക്ക് സൈനപ്പ് ചെയ്ത ശേഷം ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കുന്ന പ്രോംപ്റ്റ് നിങ്ങൾ സെയിം ആയിട്ട് എല്ലാ ഇതിനകത്തും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഒരു പ്രോംപ്റ്റ്. അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഈ പ്രോംപ്റ്റാണ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടത്. അതിനുശേഷം ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ChatGPTയിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആ നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത, അതായത് നമ്മൾ യൂട്യൂബ് തമ്പ് ഡൗൺലോഡറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആ ഇമേജിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എൻ്റർ അടിക്കാൻ നേരത്ത് ഇതുപോലത്തെ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ്, അതായത് 3 പ്രോംപ്റ്റ് അവർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രോംപ്റ്റ് വരുന്നതായിട്ട് ഓരോ നമ്പറിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ നമ്പറിട്ട് ഇതിനകത്ത് നമുക്ക് ആ പ്രോംപ്റ്റ് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ പ്രോംപ്റ്റ് വെച്ചാണ് നമ്മൾ നമ്മുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോംപ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ തമ്പനെയിലും നമ്മളായിട്ട് സ്വന്തമായിട്ട് പ്രോംപ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. ഇത് ChatGPT തന്നെ നമ്മൾ ആ ഇമേജും കൊടുത്ത് അതിന് വേണ്ടിയുള്ള പ്രോംപ്റ്റ് തരാൻ പറഞ്ഞാൽ അവർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കിത് സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രോംപ്റ്റ് എടുക്കുകയാണ്. ഫസ്റ്റ് പ്രോംപ്റ്റ് എടുത്ത ശേഷം അവിടുന്ന് കോപ്പി ചെയ്ത് അതിനുശേഷം നമ്മൾ വരുന്ന നെക്സ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഇഡിയോഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇത് നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇഡിയോഗ്രാമിൽ വന്ന ശേഷം നമുക്ക് അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ പ്രോംപ്റ്റ് നേരത്തെ ഇപ്പോൾ കോപ്പി ചെയ്ത ChatGPTന്ന് കോപ്പി ചെയ്ത പ്രോംപ്റ്റ് നമുക്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ആ പ്രോംപ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫോട്ടോ, ഇല്ലുസ്ട്രേഷൻ, അതുപോലെ തന്നെ സിനിമാറ്റിക്. ഇത് 3 നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇത് 3 ക്ലിക്ക് ചെയ്ത ശേഷം സൈഡിൽ നോക്കുക, നമുക്ക് യൂട്യൂബിൻ്റെ തമ്പനെയിലാണ്. അപ്പം നമുക്ക് 16:90 ആണ് വേണ്ടത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കുന്നതായിരിക്കും. അതിനുശേഷം ജനറേറ്റ് എന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് 4 ഇമേജ് അവർ ജനറേറ്റ് ചെയ്ത് തരും. ഫ്രീ ആയിട്ട് 4 ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും ഓരോ പ്രോംപ്റ്റിനും. അപ്പോൾ ഇവിടെ 4 ഇമേജ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കുക ഏറ്റവും സിമിലർ ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏതാണെന്ന് നോക്കുക. അത് നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ നേരത്തെ, അതായത് നമ്മൾ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ചാനലിൽ കണ്ട അതേ തമ്പനെയിലുമായിട്ട് സിമിലർ ആയിട്ടുള്ള തമ്പനെയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിവിടെ നമ്മൾ ഡേ 7 എന്നുള്ളത് അതിനകത്ത് മിസ്റ്റർ ബീസ്റ്റിൻ്റെ അതിനകത്ത് അവർ യൂസ് ചെയ്തതാണ്. അത് നമുക്ക് മാറ്റണമെങ്കിൽ എങ്ങനെ മാറ്റണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് ഓരോ ഒബ്ജക്റ്റും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്.
അതിനുശേഷം നമുക്ക് ഏത് ഇമേജാണോ നമുക്ക് ഈ 4 ഇമേജ് നോക്കാം. 4 ഇമേജ് നോക്കിയിട്ട് ഏത് ഇമേജാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് ക്ലിക്ക് ചെയ്യാത്ത സൈഡിൽ നിങ്ങൾക്ക് 3 ഡോട്ട് കാണാൻ സാധിക്കുന്നതാണ്. സൈഡിൽ 3 ഡോട്ട്. അപ്പം ആ 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം JPEG ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യല് JPEG ആയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. JPEG ആയിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇച്ചിരി ക്ലാരിറ്റി ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അത് ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പിക്സൽ കട്ടിനകത്ത് യൂസ് ചെയ്യാം. പിക്സൽ കട്ടിനകത്ത് വന്ന ശേഷം നിങ്ങൾക്ക് ഇമേജ് അപ്സ്കെയിലർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ തമ്പനെയിൽ വേണമെങ്കിലും എത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ഐ ക്യാച്ചിങ് ആയിട്ടുള്ള തമ്പനെയിലിനും അതുപോലത്തെ സിമിലർ ആയിട്ട് തമ്പനെയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. AI-നെക്കുറിച്ച് പുതിയ AI-നെക്കുറിച്ച് ഞാൻ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.